ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വേഗം വാ, ബസ്സിന് സമയായി. ഏയ്, ടൈം ആകുന്നതേ ഉള്ളൂ. ഇപ്പൊ തന്നെ പോണോ ദേവു? ഇന്നിവിടെ നിന്നിട്ട് നാളെ പോവാം. കൊള്ളാം, ഇപ്പൊ തന്നെ താമസിച്ചു. വേഗം ചെന്നില്ലെങ്കിലേ അച്ഛൻ പിന്നെ വീട്ടിൽ കേറ്റില്ല. ഏതായാലും അഷിയുടെ കല്യാണത്തിന് 2 ദിവസം മുന്നേ ഞാൻ എത്തും. ആ, അതെത്തണം. ഇല്ലെങ്കിലേ ഞാൻ അങ്ങോട്ട് വരും. അതൊക്കെ വന്നോളൂ. ഞങ്ങളെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെ, ശരി എന്നാ. ആ ദുർഗെ, ഞാൻ ഇറങ്ങുവാ. ഇനി വരുമ്പോ കാണാം. ശരി, മതി മതി മതി. ഇതോടെ നിന്റെ കാര്യം തീരുമാനാവും ദുർഗെ. ഇനി നീ പൃഥ്വിയുടെ വീട്ടിലേക്ക് പോകുന്ന എനിക്കൊന്ന് കാണണം. ഇവിടെ എല്ലാം റെഡിയാ. എന്തെങ്കിലും പറഞ്ഞേ അവൾ ഇങ്ങോട്ടൊന്ന് വിട്ടാ മതി. അത് ഞാനും നാത്തൂനും കൂടി ചെയ്തോളാം. എന്നാ വേഗം ചെല്ല്. ആ ശരി, ചെല്ല് ചെല്ല്. ഞാനിത് അടച്ചോളാം. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. നീ ഇവിടെ നിൽക്കുവാണോ? എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയാൽ അതിലിങ്ങനെ ആടിത്തുള്ളി സമയം കളഞ്ഞു നിന്നോളും. മനുഷ്യന് വിശന്നിട്ട് വയറ്റിൽ തീ ആളി തുടങ്ങി. നിന്ന് കറങ്ങാതെ അടുക്കളയിൽ പോയി ദോശയെങ്കിലും ചുട്ടു വെക്കടി. ഇപ്പൊ ചെയ്യാം. ചെല്ലടി, ഓടി ചെല്ല്. ഇതോടെ ഇവള് നടുവൊടിഞ്ഞ് ഇവിടെ എവിടെയെങ്കിലും കിടന്നാ മതിയായിരുന്നു. അതൊക്കെ കിടക്കുന്ന നാത്തൂനെ. അതിനുള്ളതെല്ലാം അശ്വമോൾ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ. വാ വാ നോക്കാം, വേഗം വാ. ഇവക്കൊന്നും പറ്റില്ലേ കാണിക്കുന്നേ? ഇതെങ്ങനെ നമ്മള് ചെയ്തൊക്കെ വെറുതെ ആയോ? എന്നാലിതെങ്ങനെ മോളെ? അയ്യോ, അമ്മേ, ഇതെങ്ങനെ?
അഞ്ചു വണ്ടി നിർത്ത്. എന്നെ ഇവിടെ വിട്ടാ മതി. ഇത്ര ലേറ്റ് ആയില്ലേ? ഞാൻ വീട്ടിൽ കൊണ്ടുവിടാ. അതൊന്നും വേണ്ട, ഞാൻ ബസ്സിൽ പോയിക്കോളാം. സാരമില്ലടി, ഞാൻ വീട്ടിലാക്കാന്നേ. ഇവിടുന്ന് എപ്പോഴും ബസ്സുള്ളതല്ലേ, നീ ബുദ്ധിമുട്ടണ്ട. അതുമല്ല, രാത്രി നീ എന്നെ കൊണ്ടാക്കിയിട്ട് തനിച്ച് തിരിച്ച് വണ്ടി ഓടിച്ചു പോകണ്ടല്ലേ. അത് എനിക്കും നിനക്കും ടെൻഷനാവും. നീ വിട്ടോ, ഞാൻ പോയിക്കോളാം. ഏതായാലും ഇത്ര ആയില്ലേ, ഇനിയിപ്പോ നിന്റെ ബസ് വരട്ടെ. നിന്നെ ബസ് കയറ്റി വിട്ടിട്ട് ഞാൻ പൊക്കോളാം. ഞാനേ കൊച്ചുകുട്ടിയാ, നീ പൊക്കോ പെണ്ണെ. നീ സുരക്ഷിതമായി വീട്ടിലെത്തുന്നത് വരെ ഉത്തരവാദിത്തം എനിക്കാ. അല്ലെങ്കിലേ സുജാതാന്റി എന്നോട് വഴക്കിടും. ശരി ശരി, നീ ഇവിടെ തന്നെ നിന്നോ. അയ്യോ, ഇത്രയൊക്കെ പ്ലാൻ ചെയ്ത് കെണി ഒരുക്കിയിട്ടും അവക്കൊന്നും പറ്റിയില്ലെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, അവള് ചെയ്തത് കളരിയാണോ കരാട്ടയാണോ കുംഫു ആണോ എന്നൊന്നും എനിക്കറിയില്ല. കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് എല്ലാം കഴിഞ്ഞു. അവൾ എങ്ങനെയാ കത്തി തട്ടിത്തെറിപ്പിച്ചെന്ന് കാണാൻ പോലും പറ്റിയില്ല. ആ, അവസാനം അവള് വീണതുപോലെ ഒരു ഓസ്കാർ അഭിനയം കാഴ്ചവെച്ചു. അത് ഞാൻ ഒളിച്ചിരിക്കുന്നത് കണ്ടിട്ടാണോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഞാൻ നിങ്ങളോടെല്ലാം ദുർഗയെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞു. ആരെങ്കിലും എന്തെങ്കിലും വിശ്വസിച്ചോ? നമ്മൾ അറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങൾ അവൾക്കുണ്ട്. ഞാൻ നിങ്ങളോടെല്ലാം ദുർഗയെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞു. ആരെങ്കിലും എന്തെങ്കിലും വിശ്വസിച്ചോ? നമ്മൾ അറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങൾ അവൾക്കുണ്ട്. അന്ന് അലക്കാൻ കൊടുത്ത ദിവസം അവൾ ഒരു ഗുണ്ടയെ ഓടിച്ചിട്ട് പിടിക്കുന്നത് ഞാൻ കണ്ടതാ. ചീറ്റപ്പുലി ഓടുന്നത് പോലെ അവൾ ഓടിയത്. ഓ, പോലീസുകാരുടെ മോളല്ലേ, ഇതൊക്കെ അവളുടെ രക്തത്തിലുള്ളതായിരിക്കും. അതുമാത്രമല്ല, എത്ര പ്രാവശ്യം ഇവളെ നിന്ന നിപ്പില് കാണാതായിരിക്കുന്നു. അവളുടെ മുറിയിൽ ഒരു തോക്ക് വരെ ഞാൻ കണ്ടെത്തിയില്ലേ. നിങ്ങൾ നോക്കണ്ട, എന്റെ ദേവിയാണ്, ഞാൻ തിന്നുന്ന ചോറാണ്, എന്റെ പൊന്നുമോളാണ് സത്യം. ഞാൻ ആ തോക്ക് അവളുടെ അലമാരെന്ന് എടുത്തതാ. അത് കൈകൊണ്ട് തൊടാനുള്ള പേടി കാരണം ഞാനത് അവളുടെ കട്ടിലിട്ടു. എന്നിട്ട് നിങ്ങളെല്ലാം വിളിച്ചോണ്ട് ചെന്നപ്പോ അതങ്ങ് ആവിയായി പോയി. അതിനവൾ എന്ത് കൂടോത്രോ ചെയ്തെന്ന് എനിക്കറിയില്ല. അന്നെന്റെ മോളടക്കം എല്ലാവരും എനിക്ക് വട്ടാണെന്നാ പറഞ്ഞ. അല്ല, അപ്പൊ ശരിക്കും ദുർഗയുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു നാത്തൂനെ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കൃത്യമായിട്ട് ഒളിപ്പിക്കുന്നത് എങ്ങനെയാ? എനിക്കറിയത്തില്ല. അവൾക്ക് എന്തെങ്കിലും ചാത്തസേവ വല്ലതും ഉണ്ടായിരിക്കും. ആ കുട്ടിച്ചാത്തനായിരിക്കും അവളെ കൃത്യസമയത്ത് രക്ഷിക്കുന്നത്. ദുർഗയ്ക്ക് നമ്മൾ അറിയാത്ത എന്തോ ഒരു രഹസ്യം ഉണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇതെന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഗിരിജ പറഞ്ഞ പോലെ അവളെ സഹായിക്കാൻ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ അത് നമുക്കൊക്കെ നല്ല പണി തരേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞില്ലേ? അങ്ങനെ ചിന്തിച്ചാ അത് ശരിയാ. ഇനി അവള് വല്ല കള്ളക്കടത്തുകാരിയോ മാഫിയക്കാരിയോ വല്ലതാണോ?